വാർത്തകളിലേക്ക്. എറണാകുളത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കളമശ്ശേരി ലക്ഷം വീട് കോളനിയിൽ പ്രകാശിന്റെ മകൻ പ്രവീണിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണോ എന്ന പരിശോധന നടക്കുകയാണ്. യുവാവിന്റെ ശരീരത്തിൽ മുറിവുകളുണ്ട്. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പോലീസും അറിയിക്കുന്നു. ഫോറൻസിക് പരിശോധന ഉടൻ നടത്തും. അന്വേഷണം ഊർജിതമാക്കിയതായി DCP മഹേഷ് IPS പറഞ്ഞു. So after conducting inquest, we come to know like what is the cause of death. Then only we can say for it. Thank you. ഡാനി ഇപ്പോൾ ചേർന്ന് വിവരങ്ങളുമായി. ഡാനി, എപ്പോഴാണ് ഈ മരിച്ച നിലയിൽ ഇയാൾ കണ്ടെത്തിയത്? എന്താണ് സാഹചര്യം? എന്താണ് പറയുന്നത് പ്രധാനമായും പോലീസ്? എൽദോ, ഇന്ന് പുലർച്ചെയാണ് ഇയാൾ മരിച്ചതായിട്ട് കാണപ്പെടുന്ന പ്രദേശവാസികൾ കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചു. ഇത് ഇവിടെ മരോട്ടിച്ചുവട് എന്ന് പറയുന്ന അവിടേക്ക് കടന്നു പോകുന്ന ഒരു ചെറിയ പാലം, അതിന്റെ താഴെയാണ് അത്. കൂടുതൽ ഈ അഴുക്കും കാര്യങ്ങളും എല്ലാം തന്നെ നിറഞ്ഞൊരു കനാലിന് സമീപമാണ്. അതിനടുത്തൊരു കള്ള് ഷാപ്പ്. ഈ പ്രദേശത്താണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് സംശയിക്കുന്നത് ഇതിൽ ദുരൂഹമായിട്ട് ചില എന്തെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഇയാളുടെ കൈകാലുകളിൽ മുറിവേറ്റ പാടുകളെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയും പോലീസ് ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കൊലപാതക ശ്രമമോ മറ്റു കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. വിശദമായ പരിശോധനകൾ വേണ്ടിവരുമെന്ന് പോലീസ് അറിയിച്ചു. ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി അയാൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ഇയാൾ പൂനം തൈ എന്ന് പറയുന്ന സ്ഥലത്ത് വീട് കോളനി പ്രകാശിന്റെ മകൻ പ്രവീൺ ആണ് ഇയാളെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്ഥലം കൗൺസിലർ അടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി ഇയാൾ ഇവിടെ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞു പോന്നിരുന്നത് എന്ന് പറയുന്നു. ഇയാളുമായി ബന്ധപ്പെട്ടിരുന്നവരെ കുറിച്ചടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ദുരൂഹമായിട്ട് തന്നെയാണ് പോലീസ് ഈ മരണത്തെ കാണുന്നത്. കാരണം ദേഹത്തുള്ള മുറിപ്പാടുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വിശദമായ ഒരു പരിശോധനകൾ നടത്തുന്നു. ഡോഗ് സ്ക്വാഡ് അടക്കം ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകളിലേക്ക് നീങ്ങുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നവർ ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇയാളുടെ സുഹൃത്തുക്കൾ, മാത്രമല്ല ഇയാൾക്ക് ക്രിമിനൽ സംഘങ്ങളായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ഇപ്പോൾ വിവരം കിട്ടിയിട്ടുണ്ട്. ഇയാളുടെ പേരിൽ ഉള്ള ചില കേസുകൾ നിലവിലുള്ളതായിട്ടും സമീപത്തെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരമുള്ള പശ്ചാത്തലവും സാഹചര്യങ്ങളും എല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. റൈറ്റ്, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദേഹത്ത് മുറിവുകളുണ്ട്. അപ്പോൾ അതോടെ ഒരു ദുരൂഹത പോലീസും സംശയിക്കുന്നു. എന്തായാലും ഫോറൻസിക് പരിശോധന ഉടൻ നടക്കും.